Hello guys, Hola guys, welcome back. welcome back. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമില്ല. ഞാനെന്താക്കുന്നു? ചായ കുടിച്ചാ? കുട്ടിയാ ഞാനെന്താക്കുന്നു? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സൂര്യനെല്ലാം ഉച്ചിരി വന്നിന്. ഇന്ന് നല്ല വെയിലുള്ള ദിവസവും തോന്നുന്നു. പിന്നെ പറയാൻ കഴിയില്ലല്ലോ, എപ്പോൾ വെയിൽ വരുന്നു എപ്പോൾ മഴ വരുന്നു. അങ്ങനെ പിള്ളേർ സ്കൂളിലേക്കെല്ലാം പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചായയെല്ലാം കുടിച്ച് ഉച്ചയായി. ഉച്ചയ്ക്ക് നമ്മൾ ഒരു കൊയക്ക കറി വെക്കാൻ വിചാരിക്കുന്നു. കൊയക്ക എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ല, പക്ഷേ ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. പ്രമേയമുള്ളവർക്ക് പ്രമേയം നിയന്ത്രിക്കാനും പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ ഈ കോവലുവിന് കുറേ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനെല്ലാം ഈ കോവൽ സഹായിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കോവൽ വാങ്ങിയിട്ട് കോവക്ക വാങ്ങിയിട്ട് കറി വെക്കണം. പിന്നെ പിള്ളേർക്കെല്ലാം കൊടുക്കണം. അങ്ങനെ ഞാനെല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ട് പിന്നെ ഇതിന് കടുവെല്ലാം പൊട്ടിച്ച് വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് പിന്നെ വേകാൻ വെച്ച്. കടുക് പൊട്ടുന്ന തന്നെ ഒരു വലിയ ഇതല്ലല്ലേ. അങ്ങനെ കടുവറാന്ന് വെച്ചിട്ട് കടുകെല്ലാം വറുത്തിട്ട് പിന്നെ കുറച്ച് ചുവന്ന മുളകിട്ടിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ഇങ്ങനെ ചില ആൾക്കാരെല്ലാം പച്ചമുളക് ഇട്ടിട്ടും വെക്കും. അങ്ങനെ ഇത് ഈ കോവക്ക ചില ആൾക്കാർ കുക്കറിൽ വെക്കുന്നുണ്ട്. കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് നേരം വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും എല്ലാം ഒന്നാകെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് നേരം വേകാൻ വെച്ച്. ഇങ്ങനെ നല്ല വെന്ത് ഒടിഞ്ഞ് വന്നിട്ടാകുമ്പോഴേക്കാണ് നമുക്ക് ഞാൻ വേറൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട്. എന്താണെന്നും കൂടി നിങ്ങൾ നോക്കിയിട്ട് പറയണം. അതും കൂടി ചേർത്തതുകൊണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കറിക്ക്. വേറെ ഒരു കറീൻ്റെയോ ആവശ്യമില്ല. ഇങ്ങനെ നമ്മളെ കുഴക്കട നല്ലപോലെ ബന്ധിട്ട് ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്തത് ഇതാണ് നെത്തൽ ചെറുതായിട്ട് തൊല്ലിയിട്ടാണ് ഇതിലേക്ക് ഇട്ടത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. അങ്ങനെ കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ വേകാൻ വെച്ചിന്. അങ്ങനെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല വെന്ത നമ്മളെ ഈ കോവക്ക മിക്സിയിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചിരവിയിട്ട് ഇടാം. എന്നിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കാം. അതിൻ്റെ തേങ്ങേൻ്റെ മണമെല്ലാം പോവാതിരിക്കും. പിന്നെ കുറേ നേരം ചൂടാക്കിയെങ്കിൽ തേങ്ങേൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഇതൊറ്റ കറി തന്നെ മതി ഇന്ന് ചോറയ്ക്കാൻ. അങ്ങനെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോവക്ക കറിയും എടുത്ത് എല്ലാം ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങളെല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കണം. നല്ല അടിപൊളി കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ ചട്ടിയിൽ ചോറ് തേച്ച് തിന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ കുറേ തിന്നാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് വെച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഉച്ചത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയത്തെ പരിപാടി എന്തെന്ന് നോക്കാം. അങ്ങനെ രാത്രിയത്തെ കുറച്ച് ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായിന്ന് തോന്നുന്നു. എല്ലാവരും ട്രെൻഡിങ്ങിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ടായി. പിന്നെ ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ കുറച്ച് ലേറ്റായെങ്കിൽ സാരമില്ല, ഉണ്ടാക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില അതെല്ലാം ഒന്ന് മിക്സിയിൽ അരച്ചു. എന്നിട്ട് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇത് ചിക്കനിലേക്ക് മിക്സാക്കി. ചിക്കനും അങ്ങനെ നമ്മൾ ഫോർക്കെല്ലാം കുത്തിയിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി കോലുണ്ടെങ്കിൽ അടിച്ച് പരത്തിയിട്ട് അങ്ങനെ ആക്കിയെങ്കിലും മതി. ഞാൻ ഈ കത്തിയിലൊന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഈ മുളകെല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ടായിട്ട് പിന്നെ കുറച്ച് നേരം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ
ഫ്രിഡ്ജിൽ വെച്ചിട്ടായിട്ട് പിന്നെ എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടായിട്ട് പിന്നെ ഇനി ഇത് മയണൈസ് വേണം, സ്പെഷ്യൽ മയണൈസ് വേണ്ടേ, ഇതെല്ലാം ചീസെല്ലാം ഇട്ടിട്ട് അങ്ങനെ മയണൈസെല്ലാം ഉണ്ടാക്കി അങ്ങനെ അതെല്ലാം ഫ്രിഡ്ജിലെല്ലാം വെച്ച് എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കിയിട്ട് വെന്തിട്ടെല്ലാം വന്ന് നല്ല പോലെ വെന്തിട്ടായിട്ട് പിന്നെയാണ് പിന്നെ നല്ലൊരു കളർ വന്നിട്ട് നമുക്കത് ഫ്രൈ ആയിട്ട് നല്ലൊരു കളർ വരുന്നില്ലേ, അപ്പോൾ അതിന് മയണൈസ് ചേർത്തത്. അങ്ങനെ പിന്നെ ഈ ചിക്കന് തിന്നാനായിട്ട് ഞാൻ വാങ്ങിയത് ഇത് പൊറോട്ടയാണ് വാങ്ങിയത്, റെഡിമെയ്ഡ് പൊറോട്ടയില്ല അതാണ് വാങ്ങിയത്. ഇതിൽ 10 പീസ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഇതൊന്ന് വാങ്ങിയിട്ട് ചൂടാക്കിയിട്ട് പിന്നെ മറിച്ചും തിരിച്ചെല്ലാം ഇട്ടു. നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങി നോക്കിക്കോ. അങ്ങനെ ഒരടുപ്പിൽ ചിക്കന് വെന്ത് വരുന്നുണ്ട്, പിന്നെ ഒരടുപ്പിൽ ഞാൻ ഇത് പൊറോട്ട വേവാനും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചിക്കൻ വാങ്ങുമ്പോൾ ഓരോന്നെല്ലാം ചെറിയ പീസായിപ്പോയി. എന്താ പറഞ്ഞെങ്കിൽ അയാൾ പകുതി ചിക്കന് മുറിച്ച ശേഷമാണ് എനിക്കിത് ഓർമ്മയായത്. അങ്ങനെയാണ് ഞാൻ ഇത് കുറച്ച് വലിയ പീസ് കുറച്ച് ചെറിയ പീസെല്ലാം ആയത്. അങ്ങനെ പിന്നെ പൊറോട്ടയെല്ലാം ചുട്ട് കഴിഞ്ഞ് ഇതിന് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിനെ കുറച്ച് ഇടിച്ച് നെച്ച് ഇതാക്കി. ഇതിന് വലിയ സോഫ്റ്റൊന്നും ആയിട്ടില്ല, എന്നെങ്കിലും കുറച്ചില്ല. അങ്ങനെ നമ്മളെ ചിക്കന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസിന് പിന്നെ ഇത് ചീസ്, ബട്ടർ, പിന്നെ വെളുത്തുള്ളി, പിന്നെ മുട്ട, പാല് അതൊക്കെ ചേർത്തിട്ട് എണ്ണ എല്ലാം ചേർത്തിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയത്. മയണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഇനി പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ പൊറോട്ടയും പിന്നെ ചിക്കനും വെച്ചിട്ട് പിള്ളേർക്കെല്ലാം കൊടുത്തു. പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയാണ്. അടിപൊളി.